കാടും കാട്ടിലെ ജീവിതമൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഒരിക്കൽ കൂടി ഞാനിതാ കാട് കയറിയിരിക്കുന്നു. ഒരുപാട് ആനകളെ കാണാൻ ഭാഗ്യം ലഭിച്ചൊരു ദിവസമാണെന്ന്. റോഡിൽ തടഞ്ഞു വെച്ച ഒറ്റക്കൊമ്പൻ ആനക്കൂട്ടങ്ങൾ അങ്ങനെ കാട് ഇങ്ങനെയാണ്, ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്തില്ല. എല്ലാ തവണയും എന്തെങ്കിലും ഒരു അത്ഭുതം നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടാവും. മുത്തങ്ങക്കാടിന്റെ നേരെ മുന്നിൽ ഒരു കിടിക്കാച്ചി റിസോർട്ട് എടുത്ത് താമസിച്ചു. സ്വിമ്മിംഗ് പൂളും ഗ്ലാസ് ഹൗസും വില്ലകളും ഹട്ടുകളും ഒക്കെ ഉള്ള ഒരു അടിപൊളി റിസോർട്ട്. മുത്തങ്ങക്കാടിന്റെ തൊട്ട് മുന്നിൽ കാപ്പിത്തോട്ടത്തിൻ്റെ നടുക്കായിട്ട് ഒരു അടിപൊളി സ്ഥലം. നല്ല ശുദ്ധവായു, തണുത്ത കാലാവസ്ഥ, ഭാഗ്യമുണ്ടെങ്കിൽ മുന്നിൽ ഒരുപാട് മൃഗങ്ങൾ. ബത്തേരി ഗൂഡല്ലൂർ റൂട്ടിലാണ് ഈ റിസോർട്ട്. തമിഴ്നാട് ചെക്ക് പോസ്റ്റിനടുത്ത് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ദേവർഷോലെ DK ജംഗിൾ റിസോർട്ട്. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന ദിവസം ദേവർഷോളയിൽ വെച്ച് 10 പശുക്കളെ പിടിച്ച ഒരു കടുവയെ പിടിച്ച വാർത്ത കാണിക്കുന്നുണ്ട് ചാനലിൽ. ദേവർഷോളയിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ബന്ദിപ്പൂർ മുതുമലൈ ഫോറസ്റ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അനിമൽ ഡെൻസിറ്റിയുള്ള ഈ ഫോറസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മുടെ റിസോർട്ടിൻ്റെ തൊട്ട് മുന്നിൽ മുത്തങ്ങ ഫോറസ്റ്റിൻ്റെ ഇല്ലിക്കാടാണ്. ഇപ്പോൾ വേണമെങ്കിലും ആന ഇറങ്ങാം. അതുമാത്രമല്ല, നമ്മുടെ റിസോർട്ടിൻ്റെ മുറ്റത്തെല്ലാം ആനകൾ വരാറുണ്ട്. ഞങ്ങൾ താമസിച്ച ദിവസം ഒരു കൂട്ടം മയിലുകൾ അതിഥികളായി വന്നി. റിസോർട്ടിൻ്റെ തൊട്ട് പിറകിൽ ഏക്കർ കണക്കിന് കാപ്പിത്തോട്ടമാണ്. ഞങ്ങൾ പോയ ദിവസം കാപ്പിക്കുരുക്കൾ നല്ല കളറായി നിൽക്കുന്നുണ്ടായിരുന്നു. റിസോർട്ട് കാട്ടിലാണെങ്കിലും ഇവിടെ വൈബിന് ഒട്ടും കുറവില്ല കേട്ടോ. നല്ല അടിപൊളി സ്വിമ്മിംഗ് പൂളും 2 ഗ്ലാസ് ഹൗസും 2 ഹട്ടുകളും ഒരുപാട് വില്ലകളുമായിട്ട് കാടിൻ്റെ നടുക്ക് എല്ലാ ലക്ഷറിയസ് സൗകര്യത്തോടു കൂടിയ ഒരു റിസോർട്ട്. ലക്ഷറി എന്നൊന്ന് കേൾക്കുമ്പോൾ ടെൻഷൻ ആവണ്ട കേട്ടോ. നിങ്ങളുടെ ബജറ്റ് അനുസരിച്ച് എല്ലാതരം റൂമുകളും ഇവിടെ ലഭ്യമാണ്. എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഫുഡാണ്. ഞങ്ങൾ 3 നേരം ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഓരോ നേരവും അടിപൊളി ഫുഡാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ താമസിച്ചത് ഗ്ലാസ് ഹൗസിലാണ്. അതുകൊണ്ട് രാവിലെ എണീറ്റപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പുറത്തൊക്കെ നല്ല കോടമഞ്ഞായിരുന്നു, നല്ല തണുത്ത കാലാവസ്ഥ. സ്ഥിരമായിട്ട് ഊട്ടിയിൽ പോകുന്ന ആളുകളാണ് ഞങ്ങൾ. പക്ഷേ ഊട്ടിനേക്കാളും നല്ല അടിപൊളി കാലാവസ്ഥയായിരുന്നു ഇവിടെ. നവംബർ മാസം അവസാനമാണ് ഇവിടെ എത്തിച്ചേർന്നത്. പക്ഷേ ഡിസംബറിൽ ഊട്ടിയിൽ ഫീൽ ചെയ്യുന്ന ആ തണുപ്പ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടോ. അറിയാലോ, കാടിനൊരു പ്രത്യേക വൈബാണ്. കിളികളെ കളകള ശബ്ദവും ദൂരെ നിന്നുള്ള മൃഗങ്ങളുടെ ശബ്ദവും ആനയുടെ ചിഹ്നം പിടിയെല്ലാം രാത്രി ഒരുപാട് കേൾക്കാനുണ്ടായിരുന്നു. ഇതൊക്കെ പറയുമ്പോഴും ആരും ടെൻഷൻ ആവണ്ട കേട്ടോ. ഇവിടെ സേഫാണ്. അതിനുള്ള സംവിധാനമൊക്കെ ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. അല്ലെങ്കിലും കാടിനെ പേടിക്കല്ലാരോ വേണ്ടത്, ആസ്വദിക്കല്ലേ വേണ്ടത്. നമ്മൾ കാടിനോട് എത്ര നന്നായി പെരുമാറുന്നോ അത്രയും നന്നായിട്ടേ അത് നമ്മളോടും പെരുമാറുള്ളൂ. ഒരു അടിപൊളി ക്യാമ്പ് ഫയർ ഇവിടെ സെറ്റാക്കിയിരുന്നു കേട്ടോ. തണുപ്പിന്ന് രക്ഷ നേടാൻ അതേ വഴിയുള്ളൂ. രാത്രി ബാർബിക്യൂ ഒക്കെ ചെയ്യണമെങ്കിൽ അതിനൊക്കെ സംവിധാനം ഇവിടെ ഉണ്ട്. റിസോർട്ടിന് വേണ്ട എല്ലാ സംവിധാനവും ഉണ്ട്. അതേസമയത്ത് ഒരു കാടിൻ്റെ നടുക്കാണ് ഈ റിസോർട്ട് ഉള്ളത്. മക്കളും ഫാമിലിയും ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. റൂം നോക്കണേ, നല്ല പുതിയ റൂമാട്ടോ. ഗ്ലാസ് ഹൗസ് ആണെങ്കിലും നല്ല അടിപൊളി റൂമാണ്. എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഹീറ്ററുണ്ട്, AC ഉണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് സ്റ്റെപ്പ് ഉണ്ട്. അവിടെയും നമുക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ കൂടുതൽ ആളുകളെല്ലാം വരികയാണെങ്കിൽ നമുക്ക് അവിടെ കിടക്കാം. അവിടെ എക്സ്ട്രാ ബെഡൊക്കെ. ഇതിലേക്ക് റിസോർട്ടിൻ്റെ